അയ്യോ എന്നെ ഇത് കണക്ട് എനിക്ക് പറ്റുന്നില്ല കേറാൻ. ഇത് ക്രാഷ് ആവുന്നു. മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ലോഡിംഗ് സ്ക്രീനിൽ സ്ക്രീൻ ഷെയർ കൊടുക്കാം. സ്ക്രീൻ ഷെയർ കൊടുക്കാം. അന്നേരം കറക്റ്റ് ഫിക്സ് ചെയ്ത് തരും. ഫിക്സ് കൊടുക്കാവനെ പറഞ്ഞിട്ടാണ് സ്റ്റീവ് ജോസഫ് എന്ന്. ജോസഫ് അതിന്റെ അച്ഛനാ അതിന്റെ പട്ടി. ഫെജോബ്രോയുടെ കൂടെയുള്ള പോഡ്കാസ്റ്റ് ഇനി വരുന്നുണ്ട്. അത് നീ കാണണം. അതിനകത്ത് ഇവൻ പറയണ കുണ്ണത്തരങ്ങളെല്ലാം ഇരുന്ന് കേക്കണം നീ കേട്ടാ. ഇവനെ മാറ്റി നിർത്തടാ. മൈക്കിന് പകരം വേറൊരു മൈക്ക് പോലാണ്. ഞാൻ സത്യമായിട്ട് ഞാൻ ജോക്കി വല്ലതും വിളിച്ചാലെന്ന് വിചാരിക്കാം. എന്താടാ കേട്ടില്ല പേര് ശശിന് മാറ്റി സോഹനാക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. സത്യല്ലേ? അണ്ടിയില്ലാത്തവരെ എല്ലാം പോട്ടെ, അതൊക്കെ പോട്ടെ. ഡിബേറ്റ് സംസാരമൊക്കെ പോട്ടെ. എനിക്ക് ഗസ്റ്റിനെ ജോക്കിയുടെ ഫ്ലാറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. റൂമിന് വെളിയിൽ ഇറങ്ങണ്ടേ? എന്നാലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചാൻസ് എടുത്തുള്ള ഡിബേറ്റ് ആണ്. ചേർത്തേട്ടാ കള്ളനാണ് പോലീസാണ് ആദ്യം ഉണ്ടായി. ഞാൻ പറയാണ് കള്ളനാണ് ആദ്യം ഉണ്ടായി. സ്ഥാപിക്കണം ഡിബേറ്റ് സ്റ്റാർട്ടിങ് ആദ്യം കള്ളനാണ് പോലീസാണ് ആദ്യം ഒരു ടോപ്പിക്ക് പറ. അതിപ്പോ ഡിബേറ്റ് ഇപ്പൊ ആണ് സെറ്റ് ചെയ്ത് തരാം. പ്രശ്നം ഇപ്പൊ അല്ല ഞങ്ങക്ക് ഡിബേറ്റ് പറഞ്ഞിട്ടങ്ങ് ഇരുന്നോളും. എടാ അടുത്ത കൊണക്ക് ഞാൻ വരാം. ഇവനെ സത്യം പറഞ്ഞ അവിടെ ഒരു മരക്കഷ്ണം എടുത്ത് സൈഡിൽ വെക്കുന്ന കണക്കാണ് കണ്ണപ്പിയോട് ഇരിക്കുന്നത്. ഇടയ്ക്ക് മറ്റേ മരക്കഷ്ണ തലോടുമ്പോ മരക്കഷ്ണ ഇളകുന്ന കണക്ക് ചിരിക്കും. കണ്ണാപ്പി അങ്ങനെ പറയുന്നത് വരുന്നേ. ചന്ദ്ര നീയേ നിന്നെ ആരോ എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ട് അതിന്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വെറുതെ അണ്ണാ അതിനീട് വാറന്നോ? ഓ നീ സിറ്റി കയറി ഇടറാ. ഒരു വാറെടുക്ക പെട്ടെന്ന്. പിങ് 66. പിങ് ഇതില്ല. വിവാൻ ഡിബേറ്റ് വേണമെന്ന് ജോക്കി ഇവിടെ. എടാ നിങ്ങളൊരു ടോപ്പിക് പറയടാ, ഞാൻ ഡിബേറ്റ് ചെയ്യാടാ. സിറ്റി വാ ഡിബേറ്റ് വെക്കാം. വാ അടിച്ചല്ലോ അവിടെ സിറ്റിയിൽ വാ. സിറ്റി പെട്ടെന്ന് കയറി വാ. ജോക്കി പെട്ടെന്ന് കയറി വാ. ഡിബേറ്റ് ആണേ ഇന്ന്. എനിക്ക് 259 ആയിട്ടേ ഉള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കും ജോക്കി. അതുവരെ നമുക്ക് സംസാരിക്കാം. വാ ഒന്നുകൂടെ പറ്റുമെങ്കിലേ സ്റ്റക്ക് ആയിരിക്കണെങ്കിൽ കണ്ണാപ്പി ജോബ്സിനെ ജോസഫ് വിളിച്ചവരോട് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല. ഒരിക്കലും വേണ്ട. PC ഓൺ ആവുന്നില്ല. ക്ലോസ് ആയിട്ട് ഇതാക്കി റെഡിയാവും. അവനെ സ്റ്റക്കല്ലടാ പോകുന്നുണ്ട്. പക്ഷെ പുതുക്കെയാണ് പോകുന്നത്. ചേട്ടാ അത് ഇടയ്ക്ക് അത് ലോഡ് ആക്കാത്തോണ്ടാണ്. സമയം എടുക്കും. എന്തായാലും സമയം എടുക്കും. നോക്കിയാ 2.5 മണിക്കൂർ എടുക്കൂല. അതിന് മാത്രം മറുപടി പറയണം ജോക്കി. പെട്ടെന്ന് വരുന്നതാണോ ലേറ്റ് ആയിട്ട് വരുന്നതാണോ ജോക്കിക്ക് ഇഷ്ടം? അപ്പൊ വെയിറ്റ് എനിക്ക് അറിയാതെ ഇത് തന്നെ എന്റെ ഉത്തരവെന്ന്. ഇതിലും വലിയൊരു മോട്ടിവേഷൻ തരാണ്ടായിരിക്കും. പണ്ട് ഫേസ് ക്യാമറ നീ ഫേസ് ക്യാമറ ഇട്ടെ.
പക്ഷെ ചേട്ടനെ പെട്ടെന്ന് പറയാൻ കഴിയും. എന്തു പറഞ്ഞേ? ആ അത് എടാ അണ്ടിയില്ലാത്തവനെ നീ അണ്ടിയില്ലാത്തോണ്ടല്ലേ ജിമ്മിൽ പോകുന്നത്. അവന് ഇല്ല പണ്ടേ ഇല്ല. വഴിയെ പോയതിന് കിട്ടി. ബോബോ എന്റെ അടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ട്. അവനും കിട്ടി. നടന്നപ്പോ ഇവനായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടത്. ഞാൻ കൊച്ചുകുട്ടി ആയോണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഷബാബ് ആടാ അത് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ 35 വയസ്സിലും നിനക്കത് വളർന്നിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ വലിയ ഹോപ്പ് വേണ്ട കേട്ടോ. അത് കൊച്ചുകുട്ടിയല്ല, ഇനിയിപ്പോ വളരൂല. അങ്ങനെയൊക്കെ വിചാരിച്ചത് ഹോപ്പ് വെക്കണ്ട അധികം. കേരളത്തിലെ എന്താ പറഞ്ഞ ടോപ്പിക് എന്താ പറഞ്ഞ? ചന്ദ്രന്റെ മൈക്ക് ഗ്രെയിൻസ് ഉണ്ടെന്ന്. ഭയങ്കര ശോകമാണ്. സീരിയസ് എടുത്താ ഭയങ്കര ശോകമാണ്. 50 രൂപയുടെ മൈക്കാണെങ്കിൽ ജസ്റ്റ് മാറ്റാൻ നോക്കുക. നിന്റെ മൈക്ക് തന്നെ എന്റെ മൈക്കല്ല, എന്റെ മൈക്ക് എന്താ ഹൈപ്പർഎക്സ് ആണ്. അതേടാ ഞാൻ മൈക്കല്ലേ തന്നത്. 25,000 രൂപയുടെ മൈക്ക് നീ കൊണ്ട് കുത്തിയേക്കുന്നത് 50 രൂപയുടെ മറ്റേ ആംപ്ലിഫയറിലല്ലേ. അത് കാശ് കൊടുത്ത് നല്ലൊരെണ്ണം മേടിക്ക്. അത് കൊള്ളാത്തോണ്ടാണ് ഞാനത് മാറ്റിയത്. അതിനൊരു ഗെയിനും ഇതൊക്കെ സെറ്റ് ലോഡാക്കി പെട്ടെന്ന് ലോഡാക്ക്. വാടക എടുക്കാം. തമ്പാൻ ചാച്ചനെ അറിയാവോ? തമ്പാൻ ചാച്ചൻ ആരാ? ആര് നിന്റെ അച്ഛനാ? ഇപ്പോഴാണ് സ്റ്റാർട്ടിങ് മാറി കിട്ടില്ല. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്ത്. താങ്ക് യു. ഓ 275. അത്രേ ഉള്ളു. വികസനം സ്റ്റേറ്റ് ട്രാവൽ സെൻട്രൽ. അപ്പൊ ഇത് ഇന്നത്തോടുകൂടി മറ്റേ സിനിമക്കാരുടെ തീടി വരുന്നത് പോലെ എന്റെ വീട്ടില് നാളെ നോക്കുമ്പോ രാവിലെ ഗവൺമെന്റ് തീടി വന്ന് നിൽക്കുന്നത്. നല്ല സന്തോഷമുള്ള കാര്യമാണ് നിനക്കൊക്കെ. അത് മനസ്സിലാക്കാൻ വിവരമില്ലടാ, അതുകൊണ്ട് ഇതിന്റെ അടുത്ത് പറയുന്നില്ല. ഇൻകം ടാക്സ് എനിക്കറിയാം. ഈഡി എന്ന് പറഞ്ഞ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നവനാണ് ചന്ദ്രൻ. ചേട്ടാ എന്തൊക്കെയാ പറയുന്നത് ചേട്ടാ? എന്താ ചോക്കി? എന്തൊക്കെയാ അതാണ് ചന്ദ്രന്റെ ഈഡി എന്ന് പറഞ്ഞ ചന്ദ്രൻ അറിയുന്നുള്ളൂ. ഇംഗ്ലീഷിലെ തോന്നിയ ദിവസം പറയണുണ്ടേ ഇങ്ങനെ. നമുക്കറിയാം കേട്ടാ ഒരുമാതിരി. എന്നാ അടിയാണോ? പിന്നല്ല എന്റെ മെന്നി സീവണി പോയേക്കണ വൈറ്റ് ലിസ്റ്റ് എടുത്തിട്ട് വരട്ടെ. ഇല്ല സ്വർഗരാജ്യത്തേക്കാണ് ഇപ്പൊ. അവിടേക്കാണ് ഒരു 2 കാറ് 8 കോടി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. പിന്നെ സന്തോഷിക്കാണ് 2 കാറ് 8 കോടി ഫ്രീ ആയിട്ട്. അല്ലല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഓരോ സെർവറിന്റെ ഒക്കെ ഗതികേടുകൾ ആലോചിച്ച് നോക്കണേ കണ്ണാപ്പി. വാറ് കളിക്കുമ്പോ മൈരേന്ന് വിളിച്ച സീനില്ലെന്ന്. പുതിയ റൂളാ. സീനില്ലെന്ന്. ആൾക്കാര് കേറാൻ എന്തൊക്കെ ചെയ്യണല്ലേ. ഫ്രീ അഡ്മിൻ റോള് എന്തൊക്കെ സംഭവങ്ങളാന്നറിയോ? 5 പിക്ക് എടുത്ത അഡ്മിൻ റോളാണ് അവിടെ. ഡിബേറ്റ് നാടിനാപത്തോ? അയ്യോ അത് ഡിബേറ്റ് വേണ്ട. അത് തർക്കമില്ലാത്ത കാര്യമാണത്. അത് ഡിബേറ്റ് വേണ്ടത്. അയ്യോ അണ്ണാ കണ്ടന്റ് ഒന്നും ഇല്ലേ അഭിനാഥ്? എന്റെ കണ്ടന്റ് എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചും കൂടി കഴിയട്ടെ, അവരൊന്ന് ലോഡായി വരട്ടെ. എന്റെ കണ്ടന്റ് തീരുമാനിക്കുന്നത് ഞാനാണല്ലോടാ. വെറുതെ ഇരുന്ന് സംസാരിച്ച കേട്ടോണ്ടിരിക്കാൻ ഇവിടെ ആളുണ്ടെ പിന്നെ കണ്ടന്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ലാത്ത ഫ്രസ്ട്രേഷൻ ആണേ കുണ്ണേ. സാംസങ് ഐഫോൺ 299 കേട്ടോ. 299 പെട്ടെന്നോ. 92 എത്തുമ്പോ പോവോ? നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് സിറ്റിയിൽ വരുമ്പോ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. ഞാൻ നിന്നെ എടാന്ന് വിളിക്കട്ടെ? അച്ഛാന്ന് വിളിയടാ, നല്ല ഫ്രീഡം കിട്ടും. ചന്ദ്ര എന്നെയാണോ?
ആളെ എനിക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യണം. ആ, സിറ്റി വരുമ്പോ പിന്നെ 5 വർഷം ഹൈറാർക്കി വരും അളിയാ. നീ പറ 5 വർഷം എങ്ങനെ പറയുന്ന വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അളിയാ പറ. അല്ല അത് ഞാൻ എടാന്ന് വിളിച്ചോട്ടെ. വിളിച്ചോ. എങ്ങനെ ആർപ്പിക്കാത്തോ? ആ പിന്നെ ആറാ കുണ്ടേ അല്ലെങ്കിൽ ആർപ്പിക്കത്തല്ലാണ്ട് അണ്ണാന്ന് കുണ്ടേ. എടാ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഈ എന്ന് ടിവിയുടെ ഗ്യാങ് ഹൗസിൽ വന്ന് നമ്മള് അകത്ത് വരുന്ന സമയത്ത് ഞാൻ ഷണ്ണാന്ന് വിളിക്കുമ്പോഴൊക്കെ നീ വിളി കേൾക്കണം. പക്ഷെ അത് കണ്ണാപ്പി റെസ്പോണ്ട് അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ വിളി കേട്ടേനെ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വിളി കേട്ടോളാം. കണ്ണാപ്പി നീ വിളി കേൾക്കുവോ? ഞാൻ എന്തിനു റെഡിയല്ലേ അണ്ണാ? അതാ അങ്ങനെ ഒരുത്തൻ. മന്തി വേഴ്സസ് ബിരിയാണി അതില് നിസംശയം പറയാം. ബിരിയാണി ജയിക്കും. മന്തി ചന്ദ്രൻ ലൈവ് ആന്ന് പറഞ്ഞ മിഥുൻ ബ്രോ സൂപ്പർ ചാറ്റ് ചെയ്തേക്കുന്നു. വരാം. കണക്ഷൻ ഫെയിൽഡോ? ഞാൻ പറഞ്ഞില്ല അത് ലോഡാകുമ്പോ ഭയങ്കര ഇതുണ്ടോ. ഒന്നൂടെ ലോണാക്കാൻ ചേർത്തട്ടാ. ആദ്യം തൊട്ട് വീണ്ടും ഡൗൺലോഡ് ആവുന്നടാ. അത് പെട്ടെന്നായിക്കോളൂ. എടാ ഇത് രണ്ടാമത്തെ തവണ എങ്ങനെ പെട്ടെന്ന് എന്തോ ഷോളാണോ ഇത്? അത് തീരല്ലേ. കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ ഹൈ കാർബൺ സ്റ്റീൽ സ്പ്രിംഗ് ഒക്കെ എന്തിനുള്ളതാടാ? ഓ കാർബൺ റൈഫിൾ ബ്ലൂ പ്രിന്റ്. പെട്ടെന്നായി കണ്ണാപ്പി കയറിയോടാ സിറ്റിയില്? കാറ്റിനെ മെന്നെ കൈ വിട്ടാ? സിറ്റിയിലുണ്ടല്ലോ അതെ. കാറ്റിനെ പ്രണയിച്ചുവോ എന്റെ പൊന്ന് കണ്ണാപ്പി ദേവരത്തെ 213 ഔട്ട് ഓഫ് 286. 292 ആയതാ. ഇത് മൂന്നാമത്തെ കോൺഗ്രസിൽ ഒരു കാര്യം ചോദിക്കട്ടെ. പ്രസ്റ്റേഷനെ പറ്റി എന്താണ് ഏട്ടന്റെ അഭിപ്രായം? ആരെ ഒരു ഹോട്ട് വീൽസ് മേടിക്കാൻ പറ്റുമോ ഉടനെ? ഫ്രസ്ട്രേഷനോ? ഈ പോക്കാണ് ഒരു ഹോട്ട് വീൽസ് മേടിക്കാൻ പറ്റും പുള്ളിക്കാണ് എന്റെ ഒരു അഭിപ്രായം. യൂട്യൂബിൽ കണ്ടായിരുന്നു. എടാ പ്രശ്നേഷ് ആ തവളക്കൂതി മൈരൻ എന്തിന്റെ കുഴപ്പമാണോ? സീരിയസ്ലി ആദ്യം കുറെ ടാങ്ക് ക്ലീൻ ആക്കാൻ നടക്കും. എന്നിട്ട് ബർഗർ മറ്റേ ഫിനോയിൽ ഒഴിച്ച് കഴിക്കുന്ന മൈരൻ. ഇല്ല പെപ്സിയും കേപ്സിയും കഴിക്കുകയാണ് പുള്ളി കഴിക്കുന്നത്. സാനിറ്റൈസർ മുക്കി. പെങ്ങളെ കുറിച്ച് സ്വന്തം പെങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അപവാദം പറഞ്ഞു ചേച്ചിയെ പോഡ്കാസ്റ്റ് അവളെ കൂതി മൈരൻ. ശരത്തേട്ടന്റെ ഡി പി ഒക്കെ വെട്ടിയായിരിക്കും കേട്ടോ കണ്ടത്. കൊടുക്കുകയാണ് ചെയ്തത്. ഇട്ട് കൊടുത്താണ് കേട്ടോ അത്. ഈ ചന്ദ്രൻ അവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരുത്തനെ എന്റെ മുന്നിൽ കൊണ്ടുപോകാൻ ഞാൻ അവന്റെ പോകാൻ തേടിച്ചിരിക്കും. അങ്ങനെ ആരുമില്ല അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് 100% വണ്ടി എടുത്താണ് ശരത്തേട്ടൻ. എന്താണ് അലിൻ ജോസ് വണ്ടി എടുത്താ? ഹോണ്ടാ സിറ്റി അതല്ലേ ജീകളെ കൂട്ടോ? ഹോണ്ടാ സിറ്റി എടുത്തത്. വണ്ടി എടുത്തിപ്പോ വരുമെന്ന് ചർച്ചയുടെ പറഞ്ഞില്ലേ? അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അലിൻ ജോസഫ് അവിടുന്ന് വണ്ടി എടുത്തെന്ന് നല്ലത് പറയാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിട്ട്. ശരത്തേട്ട അലിൻ ജോസിനെ ശരത്തേട്ടൻ നേരിട്ടാണോ സെൽഫി ഒക്കെ എടുക്കുക? അടുത്ത പണി പിടിക്കണ്ട. ചേട്ടൻ ഞാൻ കാര്യം പറയാം. ചേട്ടന്റെ കല്യാണോ അല്ലെങ്കിൽ എൻഗേജ് എന്തേലും വരുമ്പോ
ലോഡാവോ എടാ പല്ലിയടാ. നിങ്ങൾക്ക് ആർക്കും ലോഡ് ആവുന്നില്ല. നല്ലൊരു PC മേടിക്കും പ്ലീസ്. എല്ലാരും ഗെറ്റ് എ ഗുഡ് PC. സീരിയസ്ലി എന്റെ പീസിലൊന്നും അടുത്ത മാസം ഉണ്ട് എല്ലാരും പറഞ്ഞു കേട്ടാ. ഞാൻ വരുത്തില്ല. ഞാൻ ട്രേഡിംഗ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പി സി വാങ്ങിക്കാൻ. അല്ലല്ല ചതിലുള്ള കാര്യം പറയാണ്. പൈസ ഉണ്ട് ചെയ്താൽ മതി. ഞാനും പോയി പഠിച്ച് ഫുൾ പാസ്സാവും. അല്ലല്ലേ അത് തന്നെ. എടാ ബോബ് മക്കളെ ഇതിനകത്ത് കേറാൻ പറ്റുന്നില്ല. ഇത് നാലാമത്തെ മൂന്നാമത്തെ വട്ടമാണ് ഫുള്ള് ഡൗൺലോഡ് ആയിട്ട് വീണ്ടും ഡൗൺലോഡ് ആവുന്നത്. ഞാൻ 2.5 മണിക്കൂറായി. എന്റെ പൊന്നെ ചെറുതേട്ട പഴയ PC ഒന്നും പോരാ. ചെറുതേട്ട എത്ര 2 വർഷം മുമ്പ് 5 വർഷം അപ്ഗ്രേഡ് ചെയ്തത് അതൊന്നും പോരാ ഇപ്പം. ബ്രോ താങ്ക് യു സോ മച്ച് 179 വെൽക്കം സ്ട്രീം. ഇതുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇതൊന്ന് ഇടക്കുന്നു. എന്റെ ഒരു സ്റ്റക്കിലാകുന്നില്ല. സത്യമല്ലേ കണ്ടന്റ് ഇട്ട എന്തെന്ന് ചോദിച്ചാൽ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്ന തന്നെ കണ്ടില്ല. അപ്പൊ നീ ജിമ്മിലൊക്കെ പോയിട്ട് നീ വീഡിയോ ഇടാൻ പോണം. മറ്റേ ഡയറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആകാൻ പോവാണ് ഉറപ്പിച്ചു. അല്ല ഞാൻ അങ്ങനെ വീഡിയോ മറ്റേ 6 പാക്ക് ചലഞ്ച് ഒന്നും എടുക്കുന്നില്ല അളിയാ. ഞാൻ എന്റെ ബോഡി ഞാൻ എന്റെ ഹാർഡ് ഡയറ്റ് ഒന്നും എടുക്കുന്നില്ലല്ലോ ബ്രോ. ഞാൻ ജസ്റ്റ് നോർമൽ ഡയറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ ഫാറ്റ് ബേൺ ചെയ്യും, അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ കൺസേൺ. ഫാറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം വേണം. പ്രോപ്പർ ആണ് ഫാറ്റ് ബേൺ ചെയ്യാൻ. ഓ കണ്ണാപ്പി ഞാൻ 8 കിലോ കുറച്ചാണ്. 8 കിലോ കുറച്ചാണ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം കോണത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കോണത്തിൽ കപ്പലിറങ്ങിയ വാസ്കോ. എല്ലാവരോടും ഒന്ന് സപ്പോർട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? സപ്പോർട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? SAPPORTO. ഇതെന്തൊരു കായ? സപ്പോർട്ട കായ. എടാ നീ ആദ്യം സ്കൂളിൽ മര്യാദക്ക് പഠിക്കാൻ പോണം. എന്നിട്ടാണ് ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തം. മനസ്സിലായോ? 10K ആവാ 2000 മതിയെന്ന്. എന്നാ പിന്നെ നിനക്ക് 8000 ആയെന്ന് പറഞ്ഞാ പോരെ? കണ്ണാപ്പി നീ കേരള ആർപിയിൽ നിന്ന് ബാൻ ചെയ്യണം പ്ലീസ് രവിശങ്കർ. അത് നല്ലൊരു അതൊക്കെ പലരും പലതും പറയും. മിന്നിയാണ് അഡ്മിൻ ആയിട്ടാ സിറ്റിയിലെ. എടാ FRP കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. ഈ സിറ്റിയിലെ വേറെ സിറ്റിയിലെ പൊന്ന് നോക്കി എന്തിനോ ചോദിച്ച് കണ്ണു വയ്ക്കാൻ വേണ്ടി ഇരിക്കും. ഇല്ല ഭയങ്കര സ്ലോ. എല്ലാം ഭയങ്കര സ്ലോ. അണ്ണാ ഞാൻ ഉള്ള കാര്യം പറയണ ഒരു 15 ദിവസമായിട്ട് ഡീഡോസ് അടിച്ചോണ്ടിരിക്കും. എടാ പോയി സിറ്റി പറഞ്ഞപ്പോഴാണ് ഇതായത് അനൗൺസ് ചെയ്തല്ലേ. ഞാൻ ഓർത്തിന് അതെന്റെ തലേ വന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം അറിയാതെ ഒന്ന് പറഞ്ഞായിരുന്നു. ക്ഷീണം മാറിയില്ല. എക്സലന്റ് സെർവറാണ് ഇന്ത്യയിലെ ടോപ്പ് സെർവർ. ഇപ്പോഴത്തെ കറന്റ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പാണ് ഇപ്പൊ ട്രാഫിക് പ്ലേയേഴ്സ് വെച്ച് നോക്കിയാ. ഓ ചോദിക്കും മാലു. ഓ മാലു ചോദിക്കും മാലു. ഓ രാത്രി കഴിക്കാൻ ഒന്നും വേണ്ട. വയസ്സായവരുടെ ഡയറ്റ് എങ്ങനെയാണ് ബാല? ഓട്സ് ഫുഡ്, ഓട്സ് ഫുഡ്, വേണ്ട എനിക്ക് 1/2 ഗ്ലാസ് വെള്ളം, ഒരു മഞ്ഞ കളർ പുട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ ചർമ്മ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ നീയാണ് മിന്നിനെ കടി പ്രായമുള്ളവരെ തോന്നിക്കുന്നത്. പുള്ളിയുടെ വൈദ്യശ ഒന്ന് കേൾക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ട്. അതാണ് ബീഫ് കറിയും കപ്പയും ചോറും പിന്നെ മാങ്ങാച്ചാറും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോ അത് പോയി കഴിക്കണം. എടാ ഞാനൊരു കാര്യം പറയട്ടെ ഈകളെ. ഞാനേ മാർഷൽ മിന്നി ക്യാരക്ടർ എന്റെ ആക്കിയ ഞാൻ പുതിയൊരു ടീനേജ് പയ്യനായിട്ടാണ് കാരണം പ്രായം വെച്ച് പറയല്ലേ. ഇതാരാ? ഗ്രൂട്ടെ താങ്ക് യു സോ മച്ച്. കണ്ടടാ താങ്ക് യു അണ്ണാ. എന്നാണ് അടിയാണേ. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഒരു ഐഫോൺ മേടിച്ചു തരുമോ? പിന്നെന്താ ദേ ഇതങ്ങ് കൊണ്ടുപോക്കൂ. ഇതിലാ കമന്റ് വായിക്കുന്നേ. നീ എനിക്ക് കമന്റ് വായിക്കുക. ഒരു റെഡ്മി മേടിച്ചു തന്നാ ഇത് തരാം ഞാൻ. താങ്ക് യു. അളിയാ അതേതാണ്
റെഡ്മി ഏത് മോഡലാണോ? നാളെ വീട്ടിൽ പറഞ്ഞല്ലേ വരും കേട്ടാ വരും കേട്ടാ നാളെ വീട്ടിൽ ചന്ദ്ര നീയാണ് ശരിക്കും മറ്റേ കട്ടിലെടുക്കാൻ നോക്കിയിരിക്കുന്ന മോൻ, മനസ്സിലായ? കൂട്ടത്തിൽ ചന്ദ്രമാണ്. ടൈമായില്ല ഏതാ ഏത് model? Redmi ഏത് model? എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത്? സംസാരിക്കാൻ സിറ്റി അഡ്മിനോടാണ് കേട്ടോ. സിറ്റി ഇല്ല, ഇന്ന് സിറ്റി ഇല്ല. നമുക്ക് ഡിസ്കോഡ് ആർപ്പി അടിക്കാം. എടാ എന്തൊരവസ്ഥയാടാ. അണ്ണ ഇത് കൊറേ ദിവസം കൊണ്ട് ഇങ്ങനെയാണോ? ഒന്നും ചെയ്യല്ലേ അണ്ണാ. എല്ലാ ദിവസവും ഇതുപോലെ അണ്ണാ കുറച്ച് നേരം ആർപ്പി കളിച്ചു ഇവന് നമ്മൾ എന്തെങ്കിലും ആർപ്പി ചെയ്യാന്ന് ഉറപ്പ് വരുമ്പോ എന്തെങ്കിലും കട്ടക്ക് ഡീഡോസ് അടിച്ചോണ്ടിരിക്കും. Frustrated. ആളപ്പ frustrated ആവും പെട്ടെന്ന്. അപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആവും. അത് കഴിഞ്ഞിട്ട് മറ്റേ അണ്ണാ ലേറ്റ് നൈറ്റ് ആരും ലൈവ് ഇല്ലാത്തപ്പോ പോലും ഡീഡോസ് അടിച്ചു. അപ്പോഴും അടിക്കും ആരും കളിക്കണ്ടെന്ന്. ആരും കളിക്കുന്ന അപ്പോഴും അടിക്കും. കേസ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഡിസ്കോഡ് അപ്പൊ നമുക്ക് കുറച്ചു നേരം സെർവർ വരുന്ന ഡിസ്കോഡ് കാണാം. നിങ്ങൾക്കും സ്ട്രീം ചെയ്ത് തരട്ടെ. പക്ഷെ ഒരു ഇതുണ്ട് കേട്ടാ, ഡിസ്കോഡ് റോൾസ് റിയാക്ട് ഇത് കാണുമ്പോ എന്ത് കണ്ടാലും ചിരിച്ചോണം. റീൽസിലൊക്കെ വരുന്നതാണ് നമ്മള്. നടക്കട്ടെ. ഞാൻ എന്നാ താഴോട്ട് ഒരു കളി കളിച്ചിട്ട് വരാം. വിലംബ്രോ പറഞ്ഞ നമ്മള് റീൽസിലൊക്കെ വരുന്ന ആൾക്കാരാ, അതുകൊണ്ട് നമ്മളെ വിളിക്കാത്ത ഞാൻ പറഞ്ഞോ കണ്ണാപ്പി അതേ കാരണം തന്നെയാണ് ജോക്കി വിളിക്കാത്തത്. നിങ്ങൾ ഒരേപോലെ ഇരിക്കണുണ്ടെന്ന് പറഞ്ഞ ജോക്കി പറഞ്ഞ കണ്ണാപ്പിയുടെ അതേ കാരണം വിളിക്കാത്തത്. ഡിമെൻസിറ്റി കയറി ഞാൻ ഇല്ല, ഡിമെൻസിറ്റിയിലോട് ഞാൻ ഇല്ല ബ്രോ. ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്ലാഷിനോട് താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് ഇറങ്ങിയ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അവർ ഡിമെൻസിറ്റിയാണ് കളിക്കുന്നതെന്നാ പറഞ്ഞത്. അവർ ഡിമെൻസിറ്റിയിലായിരിക്കും ആർപ്പി കളിക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്ലാഷ് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും കളിക്കുന്നത്. ഞാൻ ഇവിടെ ഞാനില്ല. നിങ്ങൾ കളിച്ചോ, ഞാൻ നിങ്ങളുടെ അടുത്ത് ആർത്തും പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ അടുത്തല്ല ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയി ആർപ്പി കളിക്കാം, ഒരു പ്രശ്നമില്ല.